പാലക്കാട് ഒലവക്കോട് MDMA, കൊക്കൈൻ, കഞ്ചാവ്, LSD, സ്റ്റാബ് എന്നിവയുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേരെ എക്സൈസ് സംഘം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസ്രുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി B. ഫാത്തിമ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 കിലോഗ്രാമോളം MDMAയും കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, LSD, സ്റ്റാബ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ മാരക ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കഴിഞ്ഞ 3 ദിവസമായി ലഹരി സംഘത്തിന് പിന്നാലെയായിരുന്ന പോലീസിന് റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായി വന്നിറങ്ങിയയാളിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ലഹരി സംഘത്തിന് പണം നൽകുന്ന വ്യക്തിയെ ഞായറാഴ്ച രാത്രി ഒലവക്കോട് താണാവ് ഭാഗത്തുനിന്ന് പിടികൂടി. ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ലഹരിയുമായി എത്തിയവരെ പിടികൂടിയത്. തമിഴ്നാട്ടിലെ കൂനിയമ്പത്തൂർ ഭാഗത്തുനിന്ന് തന്നെ ലഹരിക്കടത്ത് സംഘത്തിന്റെ വാഹനം പോലീസ് പിന്തുടർന്നു. പോലീസ് നിരീക്ഷണം മനസ്സിലാക്കിയ സംഘം വേലന്താവളം വഴി ചിറ്റൂരിലൂടെ റൂട്ട് മാറ്റി പാലക്കാട്ടേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും ഒലവക്കോട് ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു. നിർത്താതെ മുന്നോട്ട് നീങ്ങിയ സംഘത്തെ പോലീസ് വാഹനം കുറുകെയിട്ടാണ് കീഴ്പ്പെടുത്തിയത്. പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച വിശദമായ പരിശോധന 3 മണിക്കൂറിലധികം നീണ്ടുനിന്നു. വളരെ വിദഗ്ധമായി ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു. കാറിന്റെ ഡീസൽ ടാങ്കിന് സമീപം പ്രത്യേകമായി പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.